മുഖാവരണം ധരിക്കുന്നത് ശീലമാക്കൂ. കൈകൾ അണുവിമുക്തമാക്കൂ. സാമൂഹിക അകലം പാലിക്കൂ. COVID-19 അതിജീവിക്കൂ. ബ്രേക്ക് ദ ചെയിൻ. പൊന്നടി വീട്ടിലിരുന്ന് മടുത്തി കൊറോണ സമയത്ത്. നേരത്തെ ആണെങ്കിൽ ക്ലാസ്സിൽ കയറാണ്ട് മുങ്ങിയേലും നടക്കായിരുന്നു. ഇതെങ്ങനെയാണെന്നോ ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ആക്കിയത് കാരണം തല കാണിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റത്തില്ലെന്നാ സാറ് പറയുന്നത്. ഓരോരോ കാര്യങ്ങളെ. ഓ എനിക്ക് വിശക്കുന്നു. ഇപ്പഴല്ലേ ലോലിപ്പോപ്പ് തിന്നത്? തീർത്താ? ഒരു മാസത്തേക്കെന്നും പറഞ്ഞ് തന്ന പൈസയുടെ പകുതി നീ ഇവിടെ എത്തുന്നതിനിടയ്ക്ക് തീർത്തു. ഇങ്ങനെ പോയാൽ ഈ മാസം ഇനി കയ്യിൽ 5ന്റെ പൈസ കാണത്തില്ല. വിശന്നിട്ടല്ലേടി, ഇനി ഈ മാസം ഹോസ്റ്റൽ ഫുഡ് മാത്രം. പോയിട്ട് വാ. നിങ്ങൾ വരുന്നില്ലേ? ഒറ്റയ്ക്ക് തിന്നാനല്ലേ, ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിയാറായി. ചാടിത്തുള്ളി പോകുന്നാണ്ട് അംഗൻവാടി പോകുന്നതാണെന്നേ പറയത്തുള്ളൂ. കൂടി മിന്നൽ പ്രദീപ് പോന്ന പോക്ക് കണ്ട ഗോസ്റ്റ് റൈഡറാന്ന വിചാരം. ആരടി പോയേ? എടി അത് നമ്മുടെ മിന്നൽ പ്രദീപ് ഇല്ലേ, ആ ചേട്ടനെ. ഓ ഇതുവെല്ലാം കണ്ടിരുന്നേ ഫുള്ള് തീർത്തേനെ. പോവാ. ആരെനിക്ക് വെള്ളം തന്നു, വെള്ളം ഞാൻ ചെടിക്കൊഴിച്ചു, ചെടി എനിക്ക് പൂ തന്നു, പൂ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എനിക്ക് ചോറ് തന്നു, ചോറ് ഞാൻ പട്ടിക്ക് കൊടുത്തു, പട്ടി എന്നെ കടിച്ചു. അയ്യോ, നമ്മുടെ പാർക്ക് മൊത്തം അങ്ങ് കാടായല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്നിട്ട് വേണം നമ്മുടെ ഫെയർവെൽ ജൂനിയേഴ്സിനെ കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നടത്തിക്കാൻ. ഫെയർവെല്ലിന് ഇനി ഫുഡ് എന്താവോ എന്തോ. അതിനിടയ്ക്ക് നീ ഇതൊക്കെ ആലോചിച്ചാ? ഹായ് സാനിറ്റൈസർ. അതെ, അതൊന്നും ഇനി ഇവിടെ നടക്കൂല കേട്ടോ. എന്തോന്നു? ഈ പ്ലാസ്റ്റിക്കും ബാക്കി വേസ്റ്റൊക്കെ വലിച്ചെറിയുന്ന പരിപാടിയില്ലേ, അത് ഇനി ഇവിടെ നടക്കൂലെന്ന്. അതെന്താ നടക്കാത്തേ? നിങ്ങളതേ അങ്ങോട്ട് നോക്കിയേ. ഇനി മുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന സമ്പൂർണ്ണ ശുചിത്വ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തോന്നും പടിയൊന്നും പ്ലാസ്റ്റിക് ഒന്ന് വലിച്ചെറിയാനായിട്ട് പറ്റത്തില്ല. അതെന്താ കുറച്ച് നാള് വീട്ടിലിരുന്നപ്പോഴത്തേന് തന്റെ റിലേ ഒക്കെ പോയി? എൻ്റെ റിലേ ഒന്നും പോയതല്ല, ഇപ്പോഴാണ് ഞാനും ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിയേ, നമുക്ക് ചുറ്റും എന്തുമാത്രം ചവറാന്നേ. അതിനിപ്പോ ഞങ്ങൾ തന്നെയാണെന്നോ നീ പറയുന്നേ? അതാ ഞാൻ പറഞ്ഞ, നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം. നാം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ അളവ് നാം തന്നെ ഗണ്യമായി കുറയ്ക്കണം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവ നാം തന്നെ വേർതിരിച്ച് സംസ്കരിക്കണം. ഹായ്, ഗുഡ് മോർണിംഗ്. അജ്മൽ, എന്താ ഇവിടെ കാര്യമായ എന്താ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ നിങ്ങൾ? സാറേ, അത് ഇവർക്കേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പറ്റി ഗ്രീൻ പ്രോട്ടോകോൾ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഓ, അത് ശരി, അത് കൊള്ളാമല്ലോ. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? ഇല്ല സാർ, തുടങ്ങിയതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ കാലമായതുകൊണ്ട് പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരൈറ്റവും, കപ്പുകളാകട്ടെ മറ്റ് പാത്രങ്ങളാകട്ടെ, ഒന്നും നമ്മൾ ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് പുനരുപയോഗിക്കാവുന്ന സാധനങ്ങളായ കപ്പുകളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുവാണ്. ഞാൻ വരുവാ. എനിക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ യു കണ്ടിന്യൂ. ഓക്കെ സാർ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഈ ചിപ്സിന്റെ കവറൊക്കെ അപ്പം എന്തോ ചെയ്യും? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ആ കവർ എടുക്കുക, എന്നിട്ട് എൻ്റെ കൂടെ വാ. ലക്ഷ്മി, നീ ആ കവറൊന്ന് കഴുകുക. എന്താ? ആദ്യം നീ ആ കവറൊന്ന് കഴുകുക.
എന്തോ ചെയ്യും? എന്നിട്ട് അതങ്ങ് ഈ ഹാങ്കറിലോട്ട് തൂക്കിയേ. ഇനിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫോളോ മീ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നമ്മളങ്ങനെ കഴുകി ഉണക്കുന്ന പ്ലാസ്റ്റിക്കും ബോട്ടിലും എല്ലാം നമ്മളിതേ ഈ ബിന്നിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമുക്ക് നഗരസഭ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾക്ക് കൈമാറാനായിട്ട് സാധിക്കും. പിന്നെ പേപ്പർ വേസ്റ്റ് എന്തെങ്കിലും ബാലൻസ് വന്നാൽ നമുക്കത് സ്ക്രാപ്പ് കൊടുക്കാനും സാധിക്കും. ഇപ്പൊ ഇതിന്റെ ട്രിക്കൊക്കെ പിടികിട്ടി. പക്ഷെ അന്നേരം നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ വെളി വലിച്ചെറിയേണ്ടി വരത്തില്ലേ? ആര് പറഞ്ഞു? അതിനും പരിഹാരം ഉണ്ടെന്നേ. നമ്മൾ ഇനി മുതൽ ഭക്ഷണം പാഴാക്കില്ലെന്ന് അങ്ങ് തീരുമാനിക്കും. അല്ലേലും ഞാൻ ഫുഡൊന്നും വേസ്റ്റ് ആക്കാറില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാമേ. പിന്നെ ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും ബാക്കി വന്നാൽ അതിൽ ഗ്രേവി എല്ലാം നമ്മൾ വാഷ് ബേസിന് ഒഴിച്ച് കളഞ്ഞിട്ട് അതിലെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ദേ ഈ ബിന്നിലോട്ടങ്ങ് ഇടും. ഇനിയല്ലേ ട്വിസ്റ്റ്, യഥാർത്ഥ ട്വിസ്റ്റ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ബിന്നിലെ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ദേ ഈ കിച്ചൺ ബിന്നിലേക്ക് അങ്ങ് മാറ്റും. എന്നിട്ട് കുറച്ച് ഇനോക്കുലം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കും. എടി കുളമല്ല, കടൽ, അറബിക്കടൽ. എടി ഇനോക്കുലം, അതല്ലേ സാധനം. നമ്മൾ ഈ ചകിരിച്ചോറില്ലേ, അതും പിന്നെ കമ്പോസ്റ്റിങ്ങിന് സഹായിക്കുന്ന കുറച്ച് കിടിപിടവും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. ഇതങ്ങോട്ട് നമ്മൾ ഫുഡ് വേസ്റ്റിലോട്ട് ഇട്ട് കൊടുത്താൽ ഈ ഫുഡ് വേസ്റ്റൊക്കെ ആരാ? നല്ല ഒന്നാം തരം കമ്പോസ്റ്റ്. ഏകദേശം ഒരു 21 ദിവസം ആകുമ്പോഴേക്കും നല്ല കിണ്ണം കാച്ചിയ കമ്പോസ്റ്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ കമ്പോസ്റ്റ് വെച്ച് നമ്മൾ കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ അങ്ങ് നടത്തും. നമ്മളിപ്പോൾ ഇവിടുന്ന് പാസ്ഔട്ടായി പോയാലും നമ്മുടെ ജൂനിയേഴ്സ് നമ്മുടെ വക ഒരു സമ്മാനമായിട്ട് ഇതൊക്കെ വിളവെടുക്കാമല്ലോ. അപ്പം പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാ. ശരിടാ, ഞങ്ങൾ ഇനി മുതൽ ഗ്രീൻ ആയിക്കോളാം. ചേട്ടാ പുതിയ ഗ്ലാസ് ഒക്കെ ആണല്ലോ. റെയ്ബാന്റെ ഗ്ലാസ് ആരെയും കൊണ്ടുവന്ന് കേൾപ്പിക്കും. റെയ്ബാനോ? പിന്നെ ഇതൊക്കെ ഒന്ന് കൈ കൊണ്ട് തൊടാൻ തന്നെ സൂപ്പർ ഗ്ലാസ് ആണ്, സൂപ്പർ ഗ്ലാസ് ആണ്. തൊടല്ലേ, തറയിടല്ലേ, സൂക്ഷിച്ചു വേണേ എടുക്കാം. ഇതൊക്കെ തൊടുകാന്ന് തന്നെ അറിഞ്ഞ ഒരു സുഹൃത്താണ്. പിന്നെ നോക്കട്ടെ. അളിയൻ കൊണ്ടുവന്നേ അപ്പൊ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പുതുതായിട്ട് ഞാൻ എഴുതിയായിരുന്നു കൊണ്ടുവരണം പറഞ്ഞു. ഇത് റോയ് മോന് നല്ല എഴുതിയിരിക്കുന്നു. റോയ്മോനും റെയ്ബാനും ഒക്കെ ഇപ്പൊ സഹോദര സ്ഥാപനങ്ങളാണ് അവര് ഗൾഫിലൊക്കെ, വിദേശ രാജ്യങ്ങളിലെല്ലാം അങ്ങനല്ലയോ? തുടങ്ങി അല്ലെന്ന് എടേ അല്ല, നീ അത് അങ്ങനെ സൂക്ഷിച്ചു കാര്യങ്ങൾ. ഞാൻ വിശ്വസിക്കില്ല ചേട്ടാ. ചേട്ടാ എല്ലാ ദിവസവും ഇങ്ങനെ വന്നിട്ട് തള്ളരുത്. വെറുതെ അല്ല ചേട്ടൻ മിന്നൽ പ്രദീപ് എന്നൊക്കെ വിളിക്കുന്നത്. ഇതാ ഒരു സാധനം നിനക്ക് മേടിച്ചു തരാം. നിനക്ക് വന്നു ഒരു സാധനം തരത്തില്ല. നിനക്ക് വന്ന ഒരു വില എന്നോടില്ല. ഇത് ശരിയല്ല ചേട്ടാ, ഇത് ശരിയല്ല. ഞാൻ ഫ്രൂട്ടിങ് എന്ത് ഒരു വിലയില്ല, പിന്നെ യാതൊരു വിലയില്ല. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലേക്ക് നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിയുടെ അതിലോലമായ സന്തുലിതാവസ്ഥയെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ടോ എന്നത് ഈ മഹാമാരിയുടെ കാലത്ത് നമ്മെ അലോസരപ്പെടുത്തുന്നു. അല്പമൊന്ന് മാറി ചിന്തിച്ചാൽ നമ്മുടെ പരിസ്ഥിതി ഹരിതവും മനോഹരവുമാക്കുവാൻ കഴിയും. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ.